മദീനത്തിൽ എത്തുവാനല്ലാതെ തുച്ഛമീ ജന്മത്തിൻ അർത്ഥമെന്തോ. പുണ്യമാം ഗേഹം പൂകി ഉത്തമർ നിങ്ങൾ വീണ്ടും സ്വച്ഛമാം ജന്മമൊന്നിനി നേടി വന്നിടാനാ. ഒത്തിടട്ടെ വിധിയായിടട്ടെ, ഒത്തിടട്ടെ വിധിയായിടട്ടെ. മക്ക മദീനത്തിൽ എത്തുവാനല്ലാതെ തുച്ഛമീ ജന്മത്തിൻ അർത്ഥമെന്തോ. ലബൈക അല്ലാഹുമ്മ ലബൈക, ലബൈക അല്ലാഹുമ്മ ലബൈക. കണ്ണായുള്ള റസൂലിൻ പുണ്യപദങ്ങൾ പതിഞ്ഞൊരു മണ്ണിൽ. ഓ കണ്ണിനു കണ്ണായുള്ള റസൂലിൻ പുണ്യപദങ്ങൾ പതിഞ്ഞൊരു മണ്ണിൽ. ഇബ്രാഹീമിൻ വിരലടയാളം പണ്ടു പതിഞ്ഞൊരു കഅബ ചുമരിൽ. ജന്നത്തിൻ ഉടയോനരുളിയ ഹജറുൽ അസ്വദ് മുത്തി വണങ്ങാൻ. ഒത്തിരട്ടെ വിധിയായിടട്ടെ, ഒത്തിരട്ടെ വിധിയായിടട്ടെ. മക്ക കനവിലും ഉണർവിലും തിരയുന്നൊരിടമണകൗലാഹു. മക്ക മദീനത്തിൽ എത്തുവാനല്ലാതെ തുച്ഛമീ ജന്മത്തിൻ അർത്ഥമെന്തോ. നിത്യവും ഓരോരോ ദുഃഖഭരങ്ങളാ കാഫുപർവ്വതം തോളിലേറ്റി. ആയുഷ്കാലത്തിൽ ഈ മണൽക്കാടുകൾ താണ്ടുകയാണടിയൻ. വെന്തുവരണ്ടൊരു ചുണ്ടിലൊരിത്തിരി സംസം കുളിർ നീരെനിക്കേകുമോ. ഒത്തിടട്ടെ വിധിയായിടട്ടെ, ഒത്തിടട്ടെ വിധിയായിടട്ടെ. അല്ലാഹ് മൗല, അല്ലാഹ് മൗല. അന്തമറിഞ്ഞീടാത്ത വിദൂരത്ത് കണ്ണിലെരിഞ്ഞു വളർന്നൊരു പാതയിൽ. നൊന്തുമുടന്തി നടന്നെത്തും ഞാൻ കണ്ടു വണങ്ങും കിവിലയതൊരു ഞാൻ. നൊന്തുമുടന്തി നടന്നെത്തും ഞാൻ കണ്ടു വണങ്ങും കിവിലയതൊരു നാൾ. ഒത്തിരട്ടെ വിധിയായിടട്ടെ, ഒത്തിരട്ടെ വിധിയായിടട്ടെ. മക്ക മദീനത്തിൽ എത്തുവാനല്ലാതെ തുച്ഛമീ ജന്മത്തിൻ അർത്ഥമെന്തോ. പുണ്യമാം ഗേഹം പൂകി ഉത്തമർ നിങ്ങൾ വീണ്ടും സ്വച്ഛമാം ജന്മമൊന്നിനി നേടി വന്നിടാനാ.
നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ്. KMCC എക്സിക്യൂട്ടീവ് മെമ്പർമാർ വേദിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذ قال إبراهيم رب اجعل هذا البلد آمنا واجنبني وبني أن نعبد الأصنام رب إنهن أضللن كثيرا من الناس فمن تبعني فإنه مني ومن عصاني فإنك غفور رحيم ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون ربنا إنك تعلم ما نخفي وما نعلن وما يخفى على الله من شيء في الأرض ولا في السماء الحمد لله الذي وهب لي على الكبر إسماعيل وإسحاق إن ربي لسميع الدعاء رب اجعلني مقيم الصلاة ومن ذريتي ربنا وتقبل دعاء ربنا اغفر لي ولوالدي وللمؤمنين يوم يقوم الحساب صدق الله العظيم وآخر دعوانا الحمد لله رب العالمين. السلام عليكم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാന്യരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ മുമ്പിലിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, കൊച്ചുകുട്ടികളെ, എല്ലാവർക്കും KMCCയുടെ ഈദ് ആശംസകൾ അറിയിക്കുകയാണ്. 3 പതിറ്റാണ്ടിലേറെയായി സലാലയിൽ പ്രവാസികളുടെ നൊമ്പരവും മനസ്സും അവരുടെ ചിന്തകളുമൊക്കെയായി ബന്ധപ്പെട്ട് കിടക്കുന്ന KMCC കൂടുതൽ നിങ്ങളിൽ നിന്നുള്ള കരുത്ത് നേടിക്കൊണ്ട് പ്രവർത്തന രംഗത്ത് സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. KMCCയുടെ പ്രവർത്തനങ്ങൾ വളരെ വ്യക്തമാണ്. ഇവിടെ പ്രവാസികളിലും നമ്മുടെ നാട്ടിലുള്ളവരിലും ഒട്ടേറെ വിഷയങ്ങളിൽ പ്രയാസമനുഭവിക്കുന്ന, അത് വിദ്യാഭ്യാസപരമാവാം, വീടില്ലാത്തതാവാം, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നതാവാം,
വിവാഹ പ്രശ്നമാവാം. അങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രയാസം കൊണ്ട് അലട്ടപ്പെടുന്ന വ്യക്തിത്വങ്ങളെ പരമാവധി സഹായിക്കുക, അവർക്ക് ആശ്വാസം പകരാൻ പരമാവധി പരിശ്രമിക്കുക എന്നതാണ് KMCC നിർവഹിക്കുന്ന മഹത്തരമായ ദൗത്യം. പ്രിയപ്പെട്ട സഹോദരിമാർക്കറിയാം, സലാല KMCC ഇതുവരെയായിട്ട് ഏതാണ്ട് 600-ലധികം അല്ല അതിലപ്പുറം പെൺകുട്ടികളുടെ വിവാഹത്തിനായിട്ട് സ്വർണ്ണാഭരണങ്ങൾ നൽകാൻ കഴിഞ്ഞ ഒരു പ്രസ്ഥാനമാണ്. ചിലപ്പോൾ ഗൾഫ് മേഖലയിൽ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന വിദേശ സംഘടനകളിൽ എന്തുകൊണ്ടും ആ ഒരു അവകാശവാദം പറയാൻ അർഹതപ്പെട്ട ഏക സംഘടന സലാല KMCC ആണ് എന്നുകൂടി സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ്. അതുകൊണ്ട് പറയാനുള്ളത് കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല. നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ KMCCക്ക് ആവശ്യമുണ്ട്. നിങ്ങളുടെ പിന്തുണ KMCCക്ക് ആവശ്യമുണ്ട്. മഹത്തരമായ ഒരു ലക്ഷ്യവും മുൻനിർത്തിക്കൊണ്ടാണ് KMCC പ്രവർത്തിക്കുന്നത്. ആ ആദർശത്തോട് യോജിക്കുന്നവരും ഉണ്ടാവാം. യോജിക്കുന്നവർക്കും ഒന്നിച്ചിരിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്ന ഈ KMCCയെ നിങ്ങളെപ്പോഴും സഹായിക്കണം, സഹകരിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ബലിപ്പെരുന്നാൾ, ഒരു മഹാവ്യക്തിത്വം, ത്യാഗം മനുഷ്യനിൽ ആവശ്യമാണെന്ന് മനുഷ്യലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഒരു മഹാവ്യക്തിത്വം, ആ വ്യക്തിത്വത്തെ ഓർമ്മിക്കുന്ന ദിവസമാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം അത് എനിക്ക് ശേഷമുള്ള പ്രാസംഗികന്മാരൊക്കെ സംസാരിക്കുമെന്നുള്ളത് കൊണ്ട് കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. ഒരൊറ്റ കാര്യം മാത്രം പറയാം. സഫാ മർവ എന്ന 2 മലയിടുക്കുകൾ, കുന്നിൻ്റെ ഇടുക്കുകൾ, ഇന്ന സഫാ വൽ മർവത മിൻ ശാഇരില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അത് അള്ളാഹുവിൻ്റെ ഒരു അടയാളമായിട്ട് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന സ്ഥലം. അവിടെ അത് അടയാളമായിട്ട് ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത ഹാജറ എന്ന സ്ത്രീയുമായി ബന്ധപ്പെട്ടതാണ്. ഹാജറ ബേബി, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പത്നി ഹാജറ എന്ന് പറഞ്ഞാൽ ഹിജറ വന്നവളെന്നാണ് അതിനർത്ഥം. അവരൊരു സ്ത്രീയായിരുന്നു, ഒരു നീഗ്രോ വനിതയായിരുന്നു, ഒരു അടിമയായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ജനങ്ങളാൽ അവഗണിക്കപ്പെടുന്ന ഒരു സ്ത്രീ ബാബിലോണിയയിൽ നിന്നും ഇബ്രാഹിം നബിയോടൊപ്പം വന്നു എന്നൊരൊറ്റ കാരണത്താൽ പേര് പോലുമില്ലാത്ത ആ സ്ത്രീ ഹാജറയായി. ഹാജറ എന്ന് പറഞ്ഞാൽ ഹിജറ വന്നവളെന്നാണ് അർത്ഥം. ആ സ്ത്രീയുടെ ഓർമ്മയാണ്, ആ മഹദിയുടെ ഓർമ്മയാണ്, ആ ത്യാഗിയായ വനിതയുടെ ഓർമ്മയാണ് സഫാ മർവയിലൂടെ, ഹജ്ജിലൂടെ എല്ലാവരും ഓർക്കുന്നത്. അവസാനം വരെയുള്ള ജനങ്ങൾക്ക് മാതൃകയായിട്ടൊരു മഹദിയെ ഉയർത്തിക്കാണിച്ച ഒരു മഹദിയുടെ ചരിത്രം ഓർക്കുന്ന ഈ ഹജ്ജ് വേള സ്ത്രീകൾക്ക് നൽകുന്ന ഔന്നിത്യമാണ് വ്യക്തമാക്കുന്നത് എന്നുകൂടി പറയുകയാണ്. ഞാൻ എൻ്റെ ദൗത്യത്തിലേക്ക് കിടക്കുകയാണ്, കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല. നമുക്ക് ബഹുമാനപ്പെട്ട ഒരു വിശിഷ്ടാതിഥിയുണ്ട്. ബഹുമാനായ ഹസൻ സയ്യിദ് അൽ മർഫദി. അദ്ദേഹം ഒമാൻറ്റൽ ബിസിനസ് സപ്പോർട്ടിംഗ് മാനേജറാണ്. അദ്ദേഹത്തെ നമുക്ക് ഇവിടെ അതിഥിയായി ലഭിച്ചു എന്നുള്ളത് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായ കാര്യമാണ്. ഇന്നത്തെ ഈ ദിവസം, ഈ പെരുന്നാൾ ദിവസം അദ്ദേഹം ആ സമയം കണ്ടെത്തി നമ്മോടൊപ്പം പങ്കുചേർന്നിരിക്കുകയാണ്. ഹാർദവമായിട്ട് അദ്ദേഹത്തെ KMCCക്ക് വേണ്ടി ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. Respected Chief Guest and inaugurator of this program, Mr. Hassan Said Al Marfadi, Business Supporting Manager, Dhofar Region, Omantel. I welcome you on behalf of Salala KMCC. I invite our Chief Guest Hassan Said Al Marfadi to accept KMCC's memento, and I request our President Abdul Aziz Haji to hand over the same. അദ്ദേഹത്തിൻ്റെ സുഹൃത്തും പ്രിയങ്കരമായ അലി സുഹൈൽ അൽ തബൂക്ക്, അദ്ദേഹത്തെയും KMCCക്ക് വേണ്ടി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മറ്റ് നമ്മുടെ വിശിഷ്ടാതിഥികൾ KMCCയുടെ പരിപാടികളൊക്കെ സജീവമായി പങ്കെടുക്കുന്ന വ്യക്തിത്വങ്ങൾ തന്നെയാണ്. സലാലയിലെ സജീവമായ സംഘടനാ പ്രതിനിധികൾ തന്നെയാണ്. ബഹുമാനായ മൻപ്രീത് സിംഗ്, അദ്ദേഹം ഇന്ത്യൻ എംബസി കോൺസുലർ ഏജൻറ്റും ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ചെയർമാനുമാണ്. അദ്ദേഹത്തെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഐ വെൽക്കം മിസ്റ്റർ മൻപ്രീത് സിംഗ്, റെസ്പെക്റ്റഡ് ചെയർമാൻ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്, കോൺസുലർ ഏജൻറ്റ്, ഇന്ത്യൻ എംബസി.
പ്രിയങ്കരനായ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ടി.ആർ. ബ്രൗൺ അവരുടെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ ഇന്ത്യൻ സ്കൂൾ സലാല മിസ്റ്റർ ടി.ആർ. ബ്രൗൺ, ഐ വെൽക്കം യു ഓൺ ബിഹാഫ് ഓഫ് KMCC സലാല. KMCC വനിതാ വിംഗ് പ്രതിനിധി നൌഷത്ത് ഇസ്ഹാഖ്, OICC പ്രതിനിധി മിസ്റ്റർ മോഹൻദാസ്, ടിസ തംരീദ് ടിസയുടെ പ്രതിനിധി സജീർ ഖാൻ, IMI സലാലയുടെ പ്രതിനിധി മിസ്റ്റർ സുബൈർ കുഞ്ഞ്, കൈരളി പ്രതിനിധി മിസ്റ്റർ പവിത്രൻ, സർഗവേദി പ്രതിനിധി മിസ്റ്റർ സുരേഷ് മേനോൻ, മാപ്പിള കലാ അക്കാദമി പ്രതിനിധി മിസ്റ്റർ ജാഫർ ജാദിയേരി, ഇന്ത്യൻ സോഷ്യൽ ക്ലബ് മലയാള വിംഗ് പ്രതിനിധി RM ഉണ്ണിത്താൻ, സുന്നി സെൻറ്റർ സലാല പ്രതിനിധി അബ്ദുൽ ലത്തീഫ് ഫൈസി, KMCC പ്രതിനിധി സംസാരിക്കുന്ന ഹുസൈൻ കാച്ചിലോടി, ഇവിടെ ആശംസ പ്രഭാഷണം നടത്തുന്ന സിറാജ് ശംസ്, എല്ലാവരെയും ഒറ്റവാക്കിൽ KMCCക്ക് വേണ്ടി സ്വാഗതം പറയുകയാണ്. നമ്മുടെ മുമ്പിലുള്ള സമയം പരിമിതമാണ്. 7:30 തുടങ്ങി 8:30 അവസാനിക്കണമെന്ന് ഉദ്ദേശിച്ച പരിപാടിയാണിത്. സമയം വൈകിയതിനാൽ ചുരുക്കുകയാണ്. ആശംസ അർപ്പിക്കുന്ന സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒന്നിച്ചിരിക്കുക, ആശംസകൾ പരസ്പരം കൈമാറുക എന്ന ഉദ്ദേശം ആണ് ഇതിനുള്ളത്. അതുകൊണ്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ആശംസകൾ കൈമാറണം എന്ന് അഭ്യർത്ഥിക്കുന്നു. KMCC കേന്ദ്ര കമ്മിറ്റി ഭാരവാഹികളെ കൂടി പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. പ്രസിഡന്റ് അബ്ദുൽ അസീസ് ഹാജി, ആക്ടിംഗ് പ്രസിഡന്റ് MK മുഹമ്മദ് നജീബ്, ട്രഷറർ A അബ്ദുൽ കലാം, അഡ്വൈസറി ബോർഡ് ചെയർമാൻ KP അബ്ദുറഹ്മാൻ, മെഡിക്കൽ സ്കീം ചെയർമാൻ RK അഹമ്മദ്, വൈസ് പ്രസിഡന്റ് VTS പൂക്കോയ തങ്ങൾ, വൈസ് പ്രസിഡന്റ് നാസർ കമോന, വൈസ് പ്രസിഡന്റ് നാസർ പെരിങ്ങത്തൂർ, സെക്രട്ടറി ഹുസൈൻ കാച്ചിലൊടി, സെക്രട്ടറി റഷീദ് കൽപ്പറ്റ, സെക്രട്ടറി KK ഷറഫുദ്ദീൻ, സെക്രട്ടറി CV അബ്ദുൽ ഹമീദ് ഫൈസി, അഡ്വൈസറി ബോർഡ് മെമ്പർമാരായ ബഷീർ ഇടമൺ, MC അബുഹാജി, KA കോയ, കുഞ്ഞുമൊയ്തീൻ മലപ്പുറം. KMCCയുടെ നേതൃരംഗത്തുള്ള ഈ പ്രവർത്തകരുമായി, ഇവിടെ പരാമർശിക്കപ്പെട്ട ഈ പ്രവർത്തകരുമായി എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾക്ക് എപ്പോഴും ഏത് സമയത്തും ഏത് പ്രശ്നത്തിനും ബന്ധപ്പെടാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ പരിപാടി നിയന്ത്രിക്കാനായി പ്രിയങ്കരനായ അധ്യക്ഷൻ അബ്ദുൽ അസീസ് ഹാജിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. Assalamu alaikum. I cordially invite our chief guest, Mr. Hassan Said Al Marfadi, to inaugurate this Eid program. السلام عليكم ورحمة الله وبركاته. وعيدكم مبارك وكل سنة وانتم طيبين. Actually, I have nothing to say, just to thank Kerala Muslim Community Center for this invitation and all the people who really attend this ceremony, and I wish you, all of you, all the Indian community and all the participants here, inshallah, Eid Mubarak wa kullu sana wa antum tayyibin. Thank you. Thank you, sir. Thank you very much. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين. നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്ത ചീഫ് ഗസ്റ്റ് മിസ്റ്റർ ഹസൻ സെയ്ദ് അൽ മർഫാദി, മിസ്റ്റർ സുഹൈൽ അൽ തബൂക്ക്, മിസ്റ്റർ മംപ്രീത് സിംഗ്, മിസ്റ്റർ ടി.ആർ. ബ്രൗൺ, മറ്റു വേദിയിലെ വിവിധ സംഘടനകളുടെ നേതാക്കന്മാരെ, KMCCയുടെ ഔദ്യോഗിക ഭാരവാഹികളെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, കുട്ടികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും മാനവ ഐക്യത്തിൻ്റെയും സ്മരണകൾ ഉണർത്തുന്ന ബലി പെരുന്നാൾ ദിനത്തിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും സലാല KMCCയുടെ ഹൃദയംഗമായ ആശംസകൾ അറിയിക്കുന്നു. നമ്മൾ ഉദ്ദേശിച്ചതിലും വളരെ വൈകിയാണ് ഈ പരിപാടി തുടങ്ങിയത്. മുന്നോട്ടുള്ള നമ്മുടെ പരിപാടിയുടെ പ്രവർത്തനങ്ങളെ അത് ബാധിക്കുന്നതുകൊണ്ട് കൂടുതലൊന്നും തന്നെ ഇപ്പോൾ സംസാരിക്കുന്നില്ല. ഈ യോഗത്തിൽ ആശംസകൾ അർപ്പിക്കുവാൻ വിവിധ സംഘടനാ പ്രതിനിധികൾ ധാരാളമുള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടി
ഈദാശംസകൾ അറിയിച്ചുകൊണ്ട് ഈ യോഗത്തിൽ I welcome Mr. Manpreet Singh, Chairman, Indian Social Club and Honorary Consular Agent of Indian Embassy, to convey his Eid message. Eid Mubarak to you all. Respected Mr. Hassan Saeed Al Mardafi, Omanton Business Supporting Manager, Mr. Abdul Aziz, President KMCC, Mr. Aslam Kizur, Mr. T.R. Brown, Principal, Indian School, Mr. Unithar, Convener Malayalam Wing, distinguished guests present on the dais, ladies, gentlemen, and my dear children. I am honored to attend the function organized by KMCC. Many of you may not be aware that KMCC has been rendering these social services to the Indian community since very long by providing educational help for the poor children, medical schemes for its members, organizing blood donation camps, and arranging marriages for the orphans and much more. Indeed, they are doing a good job and they need a big round of applause. KMCC organizes this function every year on Eid, in which hundreds of children get a chance to take part and showcases their talent in front of you. I congratulate them and I would like to wish KMCC good luck and hope they will carry on this good job in future successfully. Thank you. Now I invite Mr. T.R. Brown, respected Principal of Indian School, Salala, to felicitate the audience. Mr. Syed Hassan, the chief guest for this evening program, the office bearers of KMCC, Mr. Manpreet, Chairman, Indian Social Club and Honorary Consular Agent, other dignitaries present on the dais, ladies and gentlemen, and my dear children. It's the 4th year that I'm attending this program. And let me, from the bottom of my heart, express my deep felt gratitude to the KMCC for organizing this evening and for inviting me in this. आप सभी को मेरी तरफ से ईद मुबारक। Let me tell you this, that this platform that KMCC gives to our little children is a platform that really helps them to grow further. The school provides the schooling, the academics, also a number of programs that helps them to improve their talents, but platforms like these really bring out the inner talents. 2010 was one of the evenings that I attended over here, and I sat there and was watching the little talented boys and girls that came up on stage and performed to their excellence. It was from some of these talents that year on 16 December when we had the musical night. A number of such talents that were noticed here on this platform came forward, and it was a treat to watch them, to listen to them. That's what KMCC does, besides the social and other help that it provides to the Indian community. I'm grateful to them and I wish them to continue to this honorary job. Thank you so much for inviting me this evening. Thanks. KMCCയുടെ വനിതാ വിങ്ങിൻ്റെ പ്രസിഡന്റ് മിസസ് നൗഷാദ് ഇസ്ഹാഖ്. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട സലാല KMCC അധ്യക്ഷൻ അസീസാജി മണിമല, respected chief guest, the inaugurator of the program, Mr. Hassan Saeed Al Marfadi, consular agent, Mr. Manpreet Singh, സ്റ്റേജിൽ ഉപവിഷ്ടരായ വിവിധ സംഘടനാ പ്രതിനിധികളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് സലാല KMCC വനിതാ വിങ്ങിൻ്റെ ഹൃദയം നിറഞ്ഞ ഈദാശംസകൾ. ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നിത്യവസന്ത സുഗന്ധ സ്മൃതികൾ ഉണർത്തുന്ന ഈ സായാഹ്നത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് പറയുവാനുള്ളത്, ലോകമെമ്പാടും ഇരകളും ഏറെ ചൂഷണം ചെയ്യപ്പെടുന്നതും നാം സ്ത്രീകളാണ്. ഇതിനെതിരെ നാം ഉണർന്നിരിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം ഉൾക്കൊണ്ട് ജീവിക്കുകയും
ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കുകയും ചെയ്യുകയാണ് നാം ചെയ്യേണ്ടത്. വിജ്ഞാനം വിശ്വാസിയുടെ കളഞ്ഞുപോയ സമ്പത്താണെന്നും അത് കാണുന്നിടം സ്വായത്തമാക്കണമെന്നും പഠിപ്പിച്ച പ്രവാചകൻ്റെ അനുയായികളാണ് നാം. അതുറക്കെ പറഞ്ഞതിന് ഒരു പെൺകുട്ടിയുടെ തലയിലേക്ക് വെടിയുണ്ട വിതർത്ത കരങ്ങൾ ഏതായാലും ഇസ്ലാമിൻ്റേതല്ല. അള്ളാഹു ആ പെൺകുട്ടിക്ക് എളുപ്പം ആരോഗ്യം നൽകട്ടെ, ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ആമീൻ. ഉമ്മയുടെ മടിത്തട്ടാണ് മനുഷ്യൻ്റെ ആണാവട്ടെ പെണ്ണാവട്ടെ ആദ്യ പാഠശാല. ഉമ്മമാർ നല്ല വിജ്ഞാനം കരസ്ഥമാക്കുമ്പോൾ തീർച്ചയായും ഉന്നത നിലവാരമുള്ള ഒരു കുടുംബമുണ്ടാകും. അങ്ങനെ നല്ല സമൂഹമുണ്ടാകും, രാഷ്ട്രമുണ്ടാകും. അത് നന്മയുടെയും സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെതും ആയിരിക്കും. ഇന്ന് ഗൾഫിലുടനീളം വനിതാ KMCC നിലവിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. KMCC നടത്തിവരുന്ന സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സ്ത്രീകളുടേതായ പങ്ക് നാം നിർവഹിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എൻ്റെ സഹോദരിമാർ വനിതാ വിഭാഗവുമായി സഹകരിക്കണമെന്നും സഹായിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തായി മിസ്റ്റർ മോഹൻദാസ് OICC. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അബ്ദുൽ ഹാജി സാബ്, റെസ്പെക്റ്റഡ് ചീഫ് ഗസ്റ്റ് ഓഫ് ദി ഡയസ്, മൈ ഡിയർ ഫ്രണ്ട് ആൻഡ് ചെയർമാൻ ഓഫ് ഇന്ത്യൻ സോഷ്യൽ ക്ലബ് മിസ്റ്റർ മൻപ്രീത് സിംഗ്, റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ ഓഫ് ഇന്ത്യൻ സ്കൂൾ സലാല, വേദിയിലും എൻ്റെ മുന്നിലും ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, KMCC സലാലയുടെ ഈദ് സംഗമത്തിൽ പങ്കെടുക്കാൻ ഇന്നിവിടെ സന്നിഹിതരായ സലാലയിലെ എൻ്റെ സഹോദരി സഹോദരന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, അങ്ങ് മക്കയിൽ ജനലക്ഷങ്ങൾ അല്ലാഹുവിൻ്റെ പുണ്യം തേടി പ്രാർത്ഥന നിരതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ തന്നെ KMCC ഇത്ര മഹത്തരമായ ഒരു ഈദ് സംഗമം ഇവിടെ സംഘടിപ്പിച്ചത് നമുക്ക് എല്ലാവർക്കും സംക്രമണത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആത്മബലിയുടെ ഒരു പുണ്യം നേടിയതിൻ്റെ ഒരു നിമിഷമായി ഞാൻ കാണുന്നു. ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മത്യാഗത്തിൻ്റെ ആത്മസമർപ്പണത്തിൻ്റെ പരസ്പരം സ്നേഹം പങ്കുവെക്കാനും അത് എല്ലാവരിലും പകരുവാനും ഇന്ന് ഇവിടെ സംഘടിപ്പിച്ച ഈ ഈദ് സംഗമം നമുക്ക് പ്രചോദനം നൽകുമെന്ന് നമുക്ക് ആശിക്കാം. ആരെന്തു പറഞ്ഞാലും ഇബ്രാഹിം നബി സല്ലല്ലാഹുവിന്റെ ആ ജീവിത ത്യാഗം ഇന്നത്തെ സമൂഹത്തിന്, ഇന്നത്തെ സംസ്കാരത്തിന്, ഇന്നത്തെ മൂല്യച്യുതിക്ക് നമ്മുടെ സമൂഹം ഉൾക്കൊള്ളേണ്ടത് ഒന്നാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. ആരെന്തു പറഞ്ഞാലും നാഗരിക സംസ്കാരം ഏതാണ്ട് നമ്മെ അടിമപ്പെടുത്തി കഴിഞ്ഞു. സിറിയയിൽ ദിഗന്ധങ്ങളിൽ ചെന്തി വീഴുന്ന ജന തീവ്രാട്ടഹാസങ്ങൾ, മതമാത്സര്യങ്ങളുടെ സംഘടനകൾ, താഴ്വാരങ്ങളിൽ വിറങ്ങലിച്ചു വീഴുന്ന മനുഷ്യത്വം, പ്രക്ഷുബ്ധമായ ഈ ജീവിത പശ്ചാത്തലത്തിലേക്ക് ഇതാ ഒരു ശുഭ്ര നക്ഷത്രം പോലെ നമ്മുടെ ബക്രീദ് ദിനവും വന്നെത്തിയിരിക്കുകയാണ്. ഈ ബക്രീദ് ദിനത്തിൽ KMCCക്ക് വേണ്ടിയും OICC സലാലയുടെ സംഘടന എന്ന നിലയിൽ ഞാൻ എല്ലാവർക്കും എൻ്റെ സ്വന്തം പേരിലും OICC സലാലയുടെ പേരിലും വളരെ ഗംഭീരമായ ഒരു ബക്രീദ് ദിന ആശംസകൾ നേരുകയാണ്. ഒരുമയാണ് എല്ലാറ്റിനും പ്രധാനം. KMCC സംഘടിപ്പിക്കുന്ന ഈ ഒരുമയിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചതിൽ എനിക്ക് വളരെ നന്ദിയുണ്ട്. അവരെന്നെ ക്ഷണിച്ചതിലും വളരെയധികം സന്തോഷമുണ്ട്. OMCC ഈ വേദിയിൽ നമ്മൾ നോക്കിയാൽ തന്നെ കാണാം, വ്യത്യസ്തമായ സംഘടനയുടെ സാമൂഹ്യ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയാണിത്. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, പ്രവാസി സംഘടനകളുടെ കൂട്ടായ്മ ഇവിടെ നടത്തിയ കൂട്ടായ്മയുടെ പേരിലാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഇവിടെ ഷെഡ്യൂളിൽ വെട്ടിക്കുറച്ചപ്പോൾ അത് തിരിച്ചു കൊണ്ടുവരുവാൻ നമ്മൾ നടത്തിയ ത്യാഗപൂർണമായ മേലധികാരികളുടെ മുമ്പിൽ സമർപ്പിച്ച നിവേദനത്തിൻ്റെ ഫലമായാണ് അത്തരമൊരു ഷെഡ്യൂൾ നമുക്ക് പുനഃസ്ഥാപിക്കാൻ സാധിച്ചത്. KMCC ഇതിനെല്ലാം മുൻപന്തിയിലുണ്ടായിരുന്നു. അവരുടെ എല്ലാ പ്രവർത്തനത്തിനും നമ്മളുടെ എല്ലാ OICC സലാലയുടെ എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇത് ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും. സലാല കേരള സുന്നി സെൻറ്റർ പ്രതിനിധി ജനാബ് അബ്ദുൽ ലത്തീഫ് ഫൈസി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയനായ യോഗാധ്യക്ഷൻ സലാല KMCCയുടെ ആദരണീയനായ പ്രസിഡന്റ് അബ്ദുൽ അസീസ് ഹാജി, വേദിയിലിരിക്കുന്ന ഉന്നത വ്യക്തിത്വങ്ങളെ, വിശിഷ്ടാതിഥികളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ലോകം ഇന്ന് ഒരിക്കലൂടെ ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും അർപ്പണ മനോഭാവത്തിൻ്റെയും മാനവിക ഐക്യത്തിൻ്റെയും സന്ദേശം ഉയർത്തിക്കൊണ്ട് ഒരിക്കലൂടെ ബലിപെരുന്നാൾ നമ്മിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഈ സുന്ദര സുദിനത്തിൽ സലാല KMCC സംഘടിപ്പിച്ചിട്ടുള്ള സാംസ്കാരിക സമ്മേളനത്തിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പലതും നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ വളരെ തുച്ഛമായ സമയം മാത്രമായതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാമൊക്കെ മനുഷ്യരാണ്. മനുഷ്യൻ ഈ ഭൂമി ലോകത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ ജീവിയാണ് മനുഷ്യൻ. മറ്റു ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യനെ വേർതിരിക്കുന്നത്, വ്യതിരക്തനാക്കുന്നത് മനുഷ്യനുള്ള ബുദ്ധിശക്തിയും അവൻ്റെ ചിന്താശക്തിയും അവനിക്ക് ഉള്ളതായ വിവേചന ശക്തിയുമാണ്. അറിവ് നേടിക്കൊണ്ട് സത്യവും അസത്യവും വേർതിരിച്ചറിയാനുള്ള കഴിവും മനുഷ്യന് മാത്രം ഉള്ളതാണ്. മനുഷ്യനെ ഇതര ജീവജാലങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നത്, നമുക്കറിയാം, മൃഗങ്ങളാണെങ്കിൽ ആ മൃഗങ്ങൾക്ക് ബുദ്ധിയില്ല, വിവേചന ശക്തിയില്ല. താം കാഷ്ടിച്ച കാഷ്ടത്തിൽ തന്നെ കിടന്നുറങ്ങുന്ന പശുവിനെയും താം കാഷ്ടിച്ചതായിരിക്കുന്ന ഭാഗത്തുള്ള പുല്ല് തിന്നുന്ന ജീവികളെയും കാമപൂർത്തീകരണത്തിന് വേണ്ടി സ്വന്തം പ്രസവിച്ച തള്ളയുടെ മുകളിൽ കാമപൂർത്തീകരണം നടത്തുന്ന മൃഗങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ മൃഗത്തിനെയും മനുഷ്യനെയും വേർതിരിച്ച് നിർത്തുന്നത് മനുഷ്യനിലുള്ളതായിരിക്കുന്ന ബുദ്ധി, അവനിലുള്ള അറിവ്, അവനിലുള്ളതായിരിക്കുന്ന വിവേചന ശക്തിയാണ്. ഈ വിവേചന ശക്തിയും ബുദ്ധിയും ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ ഇന്ന് ഒട്ടനേകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാമൂഹ്യമായി, സാംസ്കാരികമായി, അതേപോലെ തന്നെ ശാസ്ത്രീയ സാങ്കേതിക മേഖലകളിലൊക്കെ മനുഷ്യൻ ഇന്ന് ഒരുപാട് സോപാനത്തിൻ്റെ ഉത്തുംഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ വളരെ ദുഃഖകരമെന്ന് പറയട്ടെ, മനുഷ്യൻ ഇന്ന് ധാർമ്മികമായി, സാംസ്കാരികമായി വളരെയേറെ അധപ്പതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. നമ്മുടെ വർത്തമാനകാല ദിനപത്രങ്ങളും ദൃശ്യമാധ്യമങ്ങളുമൊക്കെ ദിനംപ്രതി നമ്മിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മനുഷ്യൻ ഇന്ന് മൃഗത്തിനെ അധപ്പതിപ്പിക്കുന്ന രൂപത്തിൽ, മൃഗത്തിനേക്കാളും അധപ്പതിച്ച രൂപത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ദുഃഖകരമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ ഉലൈക കൽ അൻആമി ബൽ ഹും അദൽ. നാം നരകത്തിന് വേണ്ടി ഒരു വിഭാഗത്തെ തയ്യാർ ചെയ്തിട്ടുണ്ട്. അവർക്ക് സുന്ദരമായിരിക്കുന്ന കണ്ണുകളുണ്ട്, പക്ഷെ ആ കണ്ണുകളെ കൊണ്ട് സത്യത്തിന് അവർ കാണുകയില്ല. അവർക്ക് കാതുകളുണ്ട്, പക്ഷേ സത്യത്തിന് അവർ ഗ്രഹിക്കുകയില്ല. അവർക്ക് ഹൃദയങ്ങളുണ്ട്, പക്ഷേ ആ ഹൃദയം കൊണ്ട് സത്യത്തിന് അവർ ഗ്രഹിക്കുകയില്ല. ഇങ്ങനെയുള്ള വിഭാഗത്തെ പറ്റി പറഞ്ഞു, ഉലൈക കൽ അൻആം, അവർ മൃഗങ്ങളെ പോലെയാണെന്ന്. നാം ഒന്ന് ആലോചിച്ച് നോക്കൂ, അന്നെങ്ങാനും ഖുർആൻ ഈ ഒരു ജനവിഭാഗം മൃഗങ്ങളെ പോലെയാണെന്ന് പറഞ്ഞ് നിർത്തിയിരുന്നെങ്കിൽ ഇന്ന് നാം ആലോചിച്ചു പോകും ഈ ഖുർആൻ എന്തിനു പറ്റുമെന്ന്. കാരണം മനുഷ്യനെ, ആ മൃഗത്തിനെ പോലും പിന്നോട്ടാക്കിക്കൊണ്ടാണ് മനുഷ്യൻ, ആധുനിക മനുഷ്യൻ ഇന്ന് അധാർമികതയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇതിനൊക്കെ പരിഹാരം മതവിശ്വാസത്തിൽ അധിഷ്ഠിതമായി ഇസ്ലാം നൽകുന്ന മൂല്യങ്ങൾ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇന്ന് നാട്ടിൽ അധാർമികതയും അസമാധാനവുമാണ് നടക്കുന്നത്. സത്യത്തിൽ എല്ലാ മതങ്ങളും, എല്ലാ മതത്തിന്റെ അംശങ്ങളും മനുഷ്യരെ പഠിപ്പിക്കുന്നത് ശാന്തിയാണ്, സമാധാനമാണ്. ക്രിസ്തുമതം എടുത്ത് പരിശോധിച്ചാൽ ക്രിസ്തുമതം പറയുന്നത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തോത്രം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഹൈന്ദവ മതമാണെങ്കിൽ അത് പഠിപ്പിക്കുന്നത് ലോകോ സമസ്തോ സുഖിനോ ഭവന്തു, ലോകത്തെല്ലാവർക്കും സമാധാനം. ഓം ശാന്തി, ലോകത്ത് സമാധാനവും ശാന്തിയുമാണ് ഹൈന്ദവ മതം പഠിപ്പിക്കുന്നത്. പരിശുദ്ധ ഇസ്ലാമാകട്ടെ, ഇസ്ലാം എന്ന പേര് തന്നെ ശാന്തി എന്ന അർത്ഥത്തിലാണ്, സമാധാനം, അനുസരണം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം വഅദ്ഖിൽനാ ദാറസ്സലാം. ഒരു മുസ്ലിമിന്റെ പ്രാർത്ഥന,
അള്ളാഹുവേ നീയാണ് ശാന്തി, നിന്നിൽ നിന്നാണ് ശാന്തി, നിന്നിലേക്കാണ് ശാന്തിയുടെ മടക്കം, ശാന്തിയോടുകൂടെ ജീവിപ്പിക്കുകയും ശാന്തിയുടെ ഭവനമായ സ്വർഗത്തിൽ എന്നെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണമേ എന്നാണ് ഒരു മുസ്ലിമിന്റെ പ്രാർത്ഥന. അതുകൊണ്ട് എല്ലാ ആളുകളും ജാതി മതഭേദ വ്യത്യാസമില്ലാതെ മനുഷ്യരായി സഹോദര്യത്തോടെ സഹവർത്തിത്വത്തോടെ ഐക്യത്തോടുകൂടി വർത്തിക്കുകയാണ് ഇന്നത്തെ കലുഷിതമായ അന്തരീക്ഷത്തിൽ നാം ഒക്കെ ചെയ്യേണ്ടത്. മനുഷ്യൻ ധാർമ്മികമായി ഉന്നതിയിലേക്ക് എത്തുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് മനുഷ്യൻ നടത്തേണ്ടത്. സ്വന്തം മക്കളെ പോലും കാമാസക്തിയോടുകൂടെ നോക്കുകയും പരവൂരിലുള്ള കുട്ടിയുടെ പിതാവിനെ പോലെ സ്വന്തം മക്കളെ ഗർഭിണിയാക്കുന്ന രക്ഷിതാക്കൾ വളർന്നു വരുന്ന കാലഘട്ടം. മനുഷ്യജീവന് യാതൊരു വിലയുമില്ല. എവിടെയും കൊലപാതകങ്ങൾ, നിസ്സാര കാര്യങ്ങൾക്ക് വരെ മനുഷ്യരെ വെട്ടിക്കൊല്ലുന്നു. 52 വയസ്സുള്ള 51 വയസ്സുള്ള മനുഷ്യന്റെ ശരീരത്തിൽ 52 വെട്ടുവെട്ടി കൊലപ്പെടുത്തിയിട്ടും തന്റെ അരിശം തീരാത്തൊരു സമൂഹം. ഇങ്ങനെ മനുഷ്യരെ കൊല്ലുന്നതിന് യാതൊരുവിധ തടസ്സവുമില്ലാത്തൊരു കാലഘട്ടം. കൊള്ളയും കൊലയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സ്ത്രീ സഹോദരിമാർക്ക് ട്രെയിനിലോ ബസ്സിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ യാത്ര ചെയ്യാൻ കഴിയാത്ത പീഡനങ്ങളുടെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെയൊക്കെയും നാം മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ ധാർമ്മികതയിലേക്ക് മടങ്ങേണ്ടിയിരിക്കുന്നു. മനുഷ്യൻ അവന്റെ മനുഷ്യനാണ് എന്നുള്ള ആ മാനുഷിക ബോധം ഉൾക്കൊണ്ടുകൊണ്ട് മതം പറയുന്നതനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഇതിനൊക്കെ പരിഹാരമുണ്ടാകും. പരിശുദ്ധമായിരിക്കുന്ന ഇസ്ലാം മനുഷ്യരോട് എല്ലാവരെയും ഏകോദര സഹോദരങ്ങളായി കണ്ടു. പരിശുദ്ധ ഇസ്ലാം പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ഓ ജനങ്ങളെ, ഓ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നു, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങൾ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. നിങ്ങളെ വിവിധ വർഗ്ഗങ്ങളും വർണ്ണങ്ങളും ദേശക്കാരും ഒക്കെ ആക്കി തീർത്തത് നിങ്ങൾക്കൊരു അഡ്രസ്സിന് വേണ്ടിയാണ്, നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ്. നിങ്ങളിൽ ഏറ്റവും ഉന്നതൻ ദൈവഭക്തിയുള്ളവനത്രേ. ഇതാണ് പരിശുദ്ധമായ ഖുർആനിന്റെ അധ്യാപനം. അതുകൊണ്ട് ഈ ഈദിന്റെ സുദിനത്തിൽ എനിക്ക് പറയുവാനുള്ളത്, പരസ്പരം എല്ലാവരും സഹോദരത്തോടെ ഐക്യത്തോടെ സൗഹാർദ്ദത്തോടെ ജീവിക്കുക. നമ്മുടെ കേരളക്കരയിൽ ഈ അടുത്തായി നമുക്ക് കാണാൻ സാധിക്കുന്നത് നിസ്സാര പ്രശ്നങ്ങൾക്ക് വേണ്ടി വർഗീയതയിലേക്കും ജാതീയതയിലേക്കും ഒക്കെ ആളെ നയിക്കുന്ന, ആളുകൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന ചില അശുഭകരമായ ചില നീക്കുപോക്കുകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അത്തരം കാര്യങ്ങളിലെല്ലാം വിട്ടുനിന്നുകൊണ്ട് പരസ്പരം സഹോദരത്തോടെ ഐക്യത്തോടുകൂടെ വിവിധ മതങ്ങൾ ഒന്നിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥാവിശേഷം നമ്മുടെ നാട്ടിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഈ പരിശുദ്ധമായ സുദിനത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സലാല കേരള സുന്നി സെന്ററിന്റെ പ്രതിനിധി എന്ന നിലയിൽ എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നിങ്ങൾക്കും ഈ പരിപാടിക്കും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. IMI സലാല പ്രതിനിധി എ സുബൈർ കുഞ്ഞി സാഹിബ്. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ആദരണീയനായ അധ്യക്ഷൻ, വിശിഷ്ടരായ വേദിയിലിരിക്കുന്ന വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാവർക്കും സ്നേഹോഷ്മളമായ ഈദ് ആശംസകൾ. KMCC ബലിപെരുന്നാളിൻ്റെ സന്ദേശവും അതിൻ്റെ സന്തോഷവും പങ്കിടുന്നതിന് സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ ഞാൻ എൻ്റെ സന്തോഷം രേഖപ്പെടുത്തുന്നു. KMCCക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ടാണ് ബലിപെരുന്നാൾ വരുന്നത്. നമ്മുടെ മനസ്സിൽ ഓതിവിടുന്ന ഒരു കാര്യം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം മനുഷ്യ ജീവിതത്തിൽ മനുഷ്യൻ രക്ഷപ്പെടുന്ന എന്തെല്ലാം വസ്തുക്കളുണ്ടോ അത് മുഴുവൻ ദൈവത്തിൻ്റെ തൃപ്തിക്ക് വേണ്ടി ഉപേക്ഷിക്കാൻ തയ്യാറായ പ്രവാചകനാണ്. ദൈവത്തിൻ്റെ തൃപ്തിക്ക് വേണ്ടി എന്തെല്ലാം പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങേണ്ടതുണ്ടോ ആ പരീക്ഷണങ്ങളെ മുഴുവൻ സാമോദം ഏറ്റുവാങ്ങിയ പ്രവാചകനാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം നമുക്കറിയും. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്ന മൊത്തം മനുഷ്യരുടെയും സാംസ്കാരിക പൈതൃകം നിഷ്പക്ഷമായി ഒന്ന് മനസ്സിലാക്കുകയും പഠിക്കുകയുമാണെങ്കിൽ അവരുമായി ഒരു പൈതൃകം നിലനിർത്തുന്ന, ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മഹാനായ ചരിത്ര പുരുഷനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നമുക്കറിയും, സ്വന്തം ജീവിതത്തിൽ തനിക്കിഷ്ടപ്പെട്ടത് മുഴുവൻ ദൈവത്തിൻ്റെ തൃപ്തിക്ക് വേണ്ടി ത്യജിക്കാൻ തയ്യാറാകുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നത് സ്വന്തം നാടിനു വേണ്ടിയും വരാനിരിക്കുന്ന നാടിനു വേണ്ടിയുമാണ്.
ഈ നാടിനെ സമ്പന്നമാക്കണമെന്ന് പ്രാർത്ഥിച്ച പ്രവാചകനാണ് കാണാൻ കഴിയുക. സഹോദരന്മാരെ, ദൈവത്തിനോടുള്ള സ്നേഹത്തിലും സമർപ്പണത്തിലും ത്യാഗത്തിലുമല്ലാതെ സ്വാർത്ഥതയില്ലാതെ ഒരു മനുഷ്യന്, ഒരു പ്രവാചകന്, ഒരു പുണ്യപുരുഷന് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുകയില്ല. അങ്ങനെ പ്രാർത്ഥിക്കേണ്ടവരാണ് നമ്മളെന്നാണ് ഞാൻ ഈ സമയത്ത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. ആ പ്രാർത്ഥനയിലാണ് മനുഷ്യമഹത്വവും സാഹോദര്യമൊക്കെ ഉൾക്കൊള്ളുന്നത്. പ്രവാചകൻ തൻ്റെ തലമുറകളിൽ സച്ചരിതരായ സന്താനങ്ങളുണ്ടെന്ന് പ്രാർത്ഥിച്ച പ്രവാചകനാണ്. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. നമ്മളൊക്കെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് രക്ഷകനായ തമ്പുരാനെ, എനിക്ക് സഹിക്കാൻ കഴിവുള്ള സഹനശീലനായ ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയുള്ളൊരു സന്താനം തരണമെന്നാണ് പ്രാർത്ഥിച്ചത്. അത്തരത്തിലുള്ള പ്രാർത്ഥന കൊണ്ടായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമുഖത്ത് ഒരു സന്ദേശം എത്തിച്ചത്. നമുക്കറിയാം, പ്രശ്നങ്ങൾ, ഒരു മനുഷ്യൻ്റെ മുഴുവൻ അഭിലാഷങ്ങളും ഒരു മനുഷ്യൻ്റെ മുഴുവൻ മനസ്സും ദൈവത്തിന് മുമ്പിൽ അർപ്പിക്കുമ്പോൾ മാത്രമാണ് ആ മനുഷ്യനെ ഒന്നായി കാണാനും നന്നായി കാണാനും കഴിയുക. നമുക്കറിയാം, ഇബ്രാഹിം നബിയുടെ പുത്രബലി ദൈവം സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തപ്പോൾ ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹുക്ക, എന്നിട്ട് മകനോട് പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട മകനെ, യാ ബുനയ്യ, നിന്നെ അറക്കുന്നത് ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. ആ മകൻ്റെ മറുപടി, യാ അബത്തി, എൻ്റെ പ്രിയ പിതാവ്, ഇഫ് എൽ മാ തുമർ, എന്താണോ ദൈവം കൽപ്പിച്ച് അങ്ങ് ചെയ്യുക എന്നായിരുന്നു പറഞ്ഞത്. ദൈവത്തിന് പുത്രൻ്റെ ബലിയും മാംസം ആവശ്യമുള്ളതുകൊണ്ടും രക്തം ആവശ്യമുള്ളതുകൊണ്ടും മനസ്സിലാക്കേണ്ടതുണ്ട്. മറിച്ച് ഇബ്രാഹിം നബിയുടെ സന്നദ്ധതയാണ് മനസ്സിലാക്കേണ്ടത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ തൃപ്തിക്ക് വേണ്ടി ത്യജിക്കാൻ കഴിയാത്ത ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നാണ് ആ പാഠം പകർന്നു തരുന്നത്. മനസ്സിലാക്കേണ്ടത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം മാത്രമല്ല, പ്രവാചക പരമ്പരകളിൽ മുഴുവൻ ദൈവം പഠിപ്പിച്ചത് ഒരു ഉറുമ്പിൻ്റെ മാളത്തിൽ മൂത്രമൊഴിക്കുന്നത് പോലും ഈ പ്രത്യയശാസ്ത്രം തടഞ്ഞിട്ടുണ്ട്. ഒരു മൂർഖൻ പാവനെ പോലും ഓടിച്ചിട്ട് കൊല്ലുന്നത് നിരോധിച്ച പ്രവാചകന്മാരെയാണ് ഈ ഭൂമുഖത്ത് അള്ളാഹു പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഒരു കോഴി അറക്കുന്നവർ കോഴി കാണാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ആട്ടിനെ അറക്കുന്നവർ ആട് കാണാൻ പാടില്ല എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഒരു അറക്കുന്നത് അനുവദിച്ചെങ്കിൽ പോലും ഒരു തണൽ തരുന്ന ഒരു വൃക്ഷം വെട്ടി നശിപ്പിക്കുന്നത്, ഒരു മാമ്പഴം വീഴുന്ന മാവൻ്റെ മറ്റ് മൂത്രം ഒഴിക്കുന്നത് പോലും നിരോധിച്ച, അതൊക്കെ നിരുത്സാഹപ്പെടുത്തിയ, അതൊക്കെ ശിക്ഷാർഹമാണെന്ന് പഠിപ്പിച്ച പ്രവാചക പാരമ്പര്യത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഉയർന്നു നിൽക്കുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ദൈവത്തിൻ്റെ ഇംഗിതത്തിന് അവൻ്റെ സന്തോഷവുമൊക്കെ ത്യജിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ മനുഷ്യനെ സംബന്ധിച്ച് അവൻ എന്തെങ്കിലും സേവനം അർപ്പിക്കാൻ സാധിക്കുന്നത് അങ്ങനെ ഒരു മനസാക്ഷിക്ക് ഉടമസ്ഥനായി മാറുമ്പോഴാണ്. അത്തരത്തിലുള്ളൊരു സമൂഹത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടിയുള്ള ഈ പ്രവാചകൻ്റെ ആഹ്വാനം ഒരിക്കൽ കൂടി സഹോദര ബുദ്ധ്യ എല്ലാവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാനൊരിക്കൽ കൂടി ഇസ്ലാം മിഷൻ്റെ സ്നേഹോഷ്മളമായ ഈദാശംസകൾ ഈ സദസ്സിന് അറിയിക്കുകയാണ്. KMCCക്ക് ഒരിക്കൽ കൂടി സ്നേഹം നിറഞ്ഞ ഹൃദയംഗമായ അഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും. സമയപരിമിതി കണക്കിലെടുത്തുകൊണ്ട് ആശംസകളൊക്കെ ചുരുക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. അടുത്തതായി സർഗവേദിയുടെ പ്രതിനിധി മിസ്റ്റർ സുരേഷ് മേനോൻ. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും സലാല KMCC ഭാരവാഹികൾക്കും മാന്യ സദസ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ വിനീതമായ കൂപ്പുകൈ. എൻ്റെ സുഹൃത്തുക്കളെ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, സമയം അതിക്രമിച്ചാൽ എലിമിനേഷൻ റൗണ്ടിലേക്ക് കയറ്റുമെന്നാണ് എൻ്റെ സുഹൃത്ത് ശ്രീ കലാമൊക്കെ പറഞ്ഞത്. എന്തായാലും രണ്ട് വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ തീർച്ചയായും നിർത്താം. ഇന്നത്തെ പെരുന്നാളിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ മുമ്പിൽ പ്രസംഗിച്ച വിശിഷ്ട വ്യക്തികളൊക്കെ അത് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. എങ്കിൽ കൂടിയും നമുക്കറിയാം, ഇന്നത്തെ ഈ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഒരു ഫെസ്റ്റിവൽ ഓഫ് സാക്രിഫൈസ്, ഒരു ത്യാഗത്തിൻ്റെ മഹോത്സവമാണ്. ത്യാഗത്തിൻ്റെ മഹോത്സവം എന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ മറ്റൊരു രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കാം. ഒരു ഒബീഡിയൻസ് ടു ഗോഡ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ നന്മയുടെ പ്രതീകത്തിനോടുള്ള നമ്മുടെ ഒരു തര അനുസരണശീലം, അല്ലെങ്കിൽ മറ്റൊരു തരത്തിലാണെങ്കിൽ ഒരു വിധേയത്വം. മനുഷ്യന് സ്വാഭാവികം ഉണ്ടാകുന്ന ഒരു വിധേയത്വമുണ്ട്, സബ്മിസീവ്നെസ് എന്ന് പറയുന്ന സംഭവം. അതായത് നന്മയുടെ പ്രതിരൂപത്തോട് അതിനെ നമ്മൾ ദൈവമായി കാണുന്നു, അല്ലെങ്കിൽ ശ്രേഷ്ഠമായി മറ്റെന്തോയി കാണുന്നു. അതിനോട് മനുഷ്യൻ കാണിക്കുന്ന ഒരു വിധേയത്വം, ആ വിധേയത്തിലൂടെയാണ് അവന് വാസ്തവത്തിൽ ശാശ്വതമായ സന്തോഷവും ശാശ്വതമായ ആനന്ദവും ലഭിക്കുകയും അവൻ്റെ ജീവിതത്തിൽ സ്ഥിരമായ ഒരു സമാധാനം ലഭിക്കുകയും ചെയ്യുന്നത്. ഇതൊരു ശക്തമായ വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. വിശ്വാസമാണ് അതിൻ്റെ അടിത്തറ.
അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാം, വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം, ഏത് തരത്തിലുള്ള വിശ്വാസമായിരിക്കാം മനുഷ്യനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്ന് വരെ വാസ്തവത്തിൽ ആരും ഡിഫൈൻ ചെയ്യാത്ത അല്ലെങ്കിൽ നിർവചിക്കാത്ത ഒരു പ്രതിഭാസം തന്നെയാണ് വിശ്വാസം എന്ന് എനിക്ക് തോന്നുന്നു. അതിനെ നൂലിഴ പിരിച്ച് ആർക്കും നിർവചിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്താണ് ഈ വിശ്വാസം എന്ന് പറയുന്നത്. പക്ഷേ നമുക്കറിയാം, നമുക്ക് നമ്മുടെ മുൻപുള്ള ജനറേഷനിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ മുൻകാല കാരണവന്മാരിൽ നിന്നോ അല്ലെങ്കിൽ മുൻകാല ആൾക്കാരിൽ നിന്നോ നമുക്ക് കിട്ടിയ അറിവുകൾ, നമ്മൾ നേരിൽ കാണാത്ത പലതും നമ്മൾ സങ്കല്പിക്കുന്നതിനെ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് അതൊരു നന്മയുടെ രൂപമാണെന്ന് നമ്മൾ കരുതിക്കൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു. ആ വിശ്വാസം തിരിച്ച് നമ്മൾക്ക് ആ നന്മയുടെ രൂപം ഇങ്ങനെ ആയിരിക്കുമെന്ന് നമ്മുടെ മനസ്സിൻ്റെ അകത്തൊരു ചിത്രം മാറി വരച്ചു തരുന്നു. ഇത് ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയായി മാറുന്നു എന്നുള്ളതാണ് സത്യം. ഇതാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനവും വിശ്വാസവും നമുക്ക് നൽകുന്ന ഊർജവും ഇതാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഏതു മതമായാലും ശരി, ഹൈന്ദവനായാലും ക്രൈസ്തവനായാലും ഇസ്ലാമായാലും ശരിയാണ്, നമ്മൾ വിശ്വസിക്കുന്ന നന്മ, നമ്മൾ വിശ്വസിക്കുന്ന ദൈവം എത്ര ദൂരെയാണെങ്കിലും ശരി, കടൽ താണ്ടിയായാലും പർവ്വതങ്ങൾ താണ്ടിയായാലും അതിർത്തി താണ്ടിയായാലും നമ്മളവിടെ ചെന്നെത്തുന്നതും അതിൻ്റെ അകത്ത് നമ്മൾ സ്വയം അർപ്പിക്കുന്നതും ആ ശക്തമായ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയാണ്. അവിടെ മനുഷ്യൻ എളിമയുള്ളവനാകുന്നു, അവൻ അഹങ്കാരമില്ലാത്തവനാകുന്നു. സോക്രട്ടീസ് പറഞ്ഞ മാതിരി എൻ്റെ ഏറ്റവും വലിയ അറിവ് എന്താണെന്ന് വെച്ചാൽ എനിക്കൊന്നും അറിയില്ല എന്നുള്ളത് ഞാൻ അറിയുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ അറിവ്. അതാണ് മഹാനായ ആ ഫിലോസഫർ പറഞ്ഞത്. ഇതുതന്നെയാണ് ഇത്തരം വിശ്വാസങ്ങളുടെ പ്രസക്തി എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇവിടെ മുമ്പേ സൂചിപ്പിച്ച മാതിരി പലരും സൂചിപ്പിച്ചു ഇന്നത്തെ നമ്മുടെ നാടിൻ്റെ അവസ്ഥ. ഇത്തരം വിശ്വാസങ്ങൾ ജാതി, മത, വർഗ, സാമുദായികമായി വേർതിരിച്ചുകൊണ്ട് മനുഷ്യൻ ഒരു വല്ലാത്ത രീതിയിലേക്ക് എല്ലാത്തിനെയും വിഭജിക്കുന്നു. ഈ നമ്മൾ കലകളെ വിഭജിക്കുന്നു, ഭക്ഷണത്തെ വിഭജിക്കുന്നു, അല്ലെങ്കിൽ അവൻ്റെ സംസാര രീതി വിഭജിക്കുന്നു, അവൻ്റെ ആശയങ്ങളെ വിഭജിക്കുന്നു, അവൻ്റെ വസ്ത്രങ്ങളെ വിഭജിക്കുന്നു. എല്ലാം ജാതി, മത, വർഗ, സാമുദായികമായി വിഭജിക്കപ്പെടുമ്പോൾ ഇത്തരം നല്ല വിശ്വാസങ്ങൾക്ക് കളങ്കം ഏർപ്പെടുത്തുന്ന ഒരു വല്ലാത്ത അവസ്ഥ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് കണ്ടുവരുന്നു. ഇവിടെയാണ് മനുഷ്യൻ്റെ അഹങ്കാരം വർദ്ധിക്കുന്നതും വ്യക്തി സമൂഹത്തിൻ്റെ മേലെ കയ്യടി നേടാൻ വേണ്ടി മാത്രം ഒരു ഉപജാപക സംഘത്തിൻ്റെ അംഗമായി മാറുന്ന ഒരു വല്ലാത്ത അവസ്ഥ. അപ്പം ഇത്തരം ഉള്ള കൂട്ടായ്മകളിൽ, ഇത്തരമുള്ള നന്മ വിളയാടുന്ന മനസ്സുകളുടെ സംഗമങ്ങളിലാണ് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് ഈ വിശ്വാസങ്ങൾ ഇത്തരത്തിലുള്ള സാമുദായികമായി മാത്രം മനുഷ്യനെ വേർതിരിച്ചു കാണാതെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരു സർവ്വലൗകികമായ മാനവികത അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ അക്സെപ്റ്റൻസ് മനുഷ്യത്വത്തിന് കൊടുത്തുകൊണ്ട് എല്ലാ മനുഷ്യരെയും ഒന്നായി കാണാൻ കഴിയുന്ന ഒരു വലിയ മനസ്സുണ്ടാകാനുള്ള ഒരു പ്രവണത ഇത്തരം വിശ്വാസങ്ങളും ഇത്തരം ഉത്സവങ്ങളും നമുക്ക് നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് വിശ്വാസത്തിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് ദയയും സ്നേഹവും കാരുണ്യവുമാണ്. നമ്മൾ വിവരമുള്ളവർ പറഞ്ഞിട്ടുണ്ട്. മാർട്ടിൻ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ നിങ്ങൾക്കറിയാം തത്വചിന്തകൻ പറഞ്ഞിട്ടുണ്ട്, ദയ, കാരുണ്യം അല്ലെങ്കിൽ സ്നേഹം എന്നൊക്കെ പറയുന്നത് കണ്ണ് കാണാത്തവന്, കണ്ണ് കാഴ്ചയില്ലാത്തവന് കാണാൻ കഴിയുന്ന ഒന്നാണ് ദയ, അല്ലെങ്കിൽ കേൾക്കാൻ കഴിയാത്തവന് കേൾക്കാൻ കഴിയുന്ന ഒന്നാണ് സ്നേഹം. അപ്പോൾ അതിന് സംസാര ഭാഷ വേണ്ട, അത് മനുഷ്യനെ തിരിച്ചറിയുന്ന ആ സമയത്ത് ഉണ്ടാക്കുന്ന ഒരു അൾട്ടിമേറ്റ് റിസൾട്ടാണ്. അപ്പം വിശ്വാസങ്ങൾ എപ്പോഴും അത്തരത്തിൽ മാനവികതയെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം. അത് മറ്റ് എല്ലാതര വിലക്കുകളെയും ലംഘിച്ച് ഒരു യൂണിവേഴ്സൽ അക്സെപ്റ്റൻസ്, മനുഷ്യൻ എന്ന് പറയുന്നത് അതിർത്തിക്കും ജാതിക്കും മതത്തിനൊക്കെ അപ്പുറത്ത് മനുഷ്യൻ എന്ന് പറയുന്ന പ്രതിഭാസത്തെ സ്നേഹിക്കാനുള്ളതായിരിക്കണം. അങ്ങനെ ആകണം എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇത്തരം സംഗമങ്ങൾ അതിനുള്ള വേദി ഒരുക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇന്ത്യൻ സോഷ്യൽ ക്ലബ് മലയാള വിഭാഗം കൺവീനർ മിസ്റ്റർ ആർ.എം. മോദിക്കാർ. ബഹുമാന്യ അധ്യക്ഷൻ, ഇന്ന് ഈ ചടങ്ങിൽ മുഖ്യ അതിഥിയായിട്ട് നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്ന മിസ്റ്റർ ഹസൻ സെയ്ദ് അൽ മർഫദി, നമ്മുടെ മറ്റൊരു ബഹുമാന്യ ഗസ്റ്റ് ശ്രീ അലി സുഹൈൽ അലി തബൂക്ക്, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മറ്റ് മാന്യ വ്യക്തിത്വങ്ങൾ, ബഹുമാന്യ സദസ്യരെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും മഹത്തായ സന്ദേശം ഒരിക്കൽ കൂടി മനുഷ്യരാശിയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു ഈദ് അൽ അധ
ബലിപ്പെരുന്നാൾ കൂടി ലോകമെമ്പാടുമുള്ള മുസ്ലിം സഹോദരങ്ങൾ ആഘോഷിക്കുകയാണ്. സർവചരാചരങ്ങളുടെയും സൃഷ്ടാവും സംരക്ഷകനും എന്ന് വിശ്വസിക്കപ്പെടുന്ന പരമകാരുണികനായ അള്ളാഹുവിൻ്റെ ഹിതം മാനിച്ച് ആറ്റുനോറ്റുണ്ടായ സ്വന്തം മകൻ ഇസ്മയിൽ നബിയെ ബലി കൊടുക്കുവാൻ തയ്യാറായ പരമസാത്വികനായ ഇബ്രാഹിം നബിയുടെ ത്യാഗനിർഭരമായ ജീവിതകഥയാണ് ഈദ് അൽ അദ്ഹ അല്ലെങ്കിൽ ബലിദ് പെരുന്നാളിൻ്റെ ചരിത്ര പശ്ചാത്തലം എന്ന് എനിക്ക് മുൻപ് സംസാരിക്കുകയുണ്ടായി പലരും. മനുഷ്യൻ ഇന്ന് മനുഷ്യരിൽ നിന്ന് അകന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവൻ്റെ മനസ്സിലെ സ്നേഹത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും എല്ലാം നീരുറവ വറ്റി വരണ്ടു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ വർഷവും ഇതുപോലെ KMCC സംഘടിപ്പിച്ച പരിപാടിയിൽ സംബന്ധിക്കുവാൻ നിയോഗമുണ്ടായി. അപ്പോൾ അന്ന് ഞാൻ നമ്മുടെ രാജ്യത്തിന് വെളിയിൽ അധിനിവേശ സാമ്രാജ്യത്വ മൂലധന ശക്തികൾ പരമാധികാര സ്വതന്ത്ര രാഷ്ട്രങ്ങളുടെ മേൽ നടത്തുന്ന കടന്നുകയറ്റങ്ങളെക്കുറിച്ചും നമ്മുടെ രാജ്യത്ത് നടക്കുന്ന വൻ അഴിമതികളെക്കുറിച്ചും പരാമർശിക്കുകയുണ്ടായി. സംസാരിച്ചു കഴിഞ്ഞ് സ്റ്റേജിൽ നിന്നിറങ്ങി താഴെ വന്നപ്പോൾ എൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഘാടകൻ എൻ്റെ ബഹുമാന്യ സുഹൃത്ത് പറയുകയുണ്ടായി, നിങ്ങൾ രാഷ്ട്രീയമാണ് സംസാരിച്ചത്. ഞാൻ രാഷ്ട്രീയം അല്ല സംസാരിച്ചത്, രാഷ്ട്രീയം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയല്ല സംസാരിച്ചത്. നമുക്ക് പ്രതികരിക്കാൻ കഴിയാതെ വരുന്ന ഒരു ലോക ജനതയുടെ പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടും കഴിയാമായിട്ടും പ്രതികരിക്കാതിരിക്കുന്ന മനുഷ്യ സമൂഹത്തിൻ്റെ ഒരു വക്താവായിട്ട് മാത്രമാണ് ഞാനത് സംസാരിച്ചത്. കാരണം അരുതായ്മകൾക്ക് നേരെ നാം ശബ്ദമുയർത്തണം. ഇല്ലെങ്കിൽ അത് വലിയ സാമൂഹ്യമായിട്ടുള്ള അരാജകത്വത്തിലേക്ക് വഴിതെളിക്കും. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു ദോഷമായിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. രാഷ്ട്രീയമില്ലെങ്കിൽ അത് അരാഷ്ട്രീയമായിട്ട് മാറും. അരാഷ്ട്രീയമായിട്ടുള്ളൊരവസ്ഥ അരാജകത്വത്തിലേക്കായിരിക്കും നമ്മെ നയിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും മഹത്തായ സന്ദേശം വരും ദിനങ്ങളിൽ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ദൈനംദിന പ്രക്രിയയെ സംശീകരിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും എല്ലാവർക്കും ഈദാശംസകൾ നേർന്നുകൊണ്ടും എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. കൈരളി പ്രതിനിധി മിസ്റ്റർ പവിത്രൻ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന സലാലിലെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന വിവിധ സംഘടനാ പ്രതിനിധികളെ, വിശിഷ്ട വ്യക്തികളെ, എൻ്റെ മുന്നിലിരിക്കുന്ന സലാലിയിലെ പ്രവാസികളായ സഹോദരി സഹോദരന്മാരെ, പിഞ്ചുകുട്ടികളെ, KMCCയുടെ വനിതാ വിംഗ് സഹോദരി, ഇവിടെ നമുക്കറിയാം വിലപ്പെട്ട സമയമാണ് നമ്മുടെ മുന്നിൽ ഉള്ളത്. അധ്യക്ഷനും KMCC പ്രസിഡന്റ് അസലം കീഴൂറും ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്ന ആ സമയത്തിൻ്റെ വില മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു സംഘടനാ പ്രവർത്തകൻ എന്ന നിലയിൽ ഇത്തരം വേദികളിൽ നമുക്കുണ്ടാകുന്ന സമയ പരിമിതി മനസ്സിലാക്കിക്കൊണ്ടും കൂടുതൽ കാര്യങ്ങൾ കടക്കാതെ കൈരളി സലാലിയെ പ്രതിനിധീകരിച്ച് വിളിയെത്തിയ എന്നിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രണ്ട് വാക്കുകൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നതായിരിക്കും. ലോകമെമ്പാടുമുള്ള ഇസ്ലാമിക വിശ്വാസികൾ ഇന്ന് ഹജ്ജ് കർമ്മം നിർവഹിച്ചു. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
മാനവരാശിക്ക് നൽകിയിട്ടുള്ള സന്ദേശം എന്താണെന്നും ഈ ലോകത്തിന് നൽകിയിട്ടുള്ള സന്ദേശം എന്താണെന്നും എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങളോട് സംസാരിക്കാനുള്ള സമയം പോലും ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കാതെ നമ്മുടെ ഇടയിലേക്ക് ഇന്ന് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ദുഷിച്ച ശക്തികൾക്കെതിരെ ഉള്ള ഒരു പ്രതിഷേധം എന്ന നിലയിലേക്ക് മാത്രമാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഭാരതം, ഇന്ത്യ എന്ന മഹത്തായ രാജ്യം ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും പല കാര്യങ്ങളിലും മാതൃകയായിരുന്നു. അതിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളം മുൻപന്തിയിലായിരുന്നു. വ്യത്യസ്ത ആശയങ്ങൾ വെച്ചു പുലർത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, മതവിശ്വാസികൾ എല്ലാം ഉൾക്കൊള്ളുന്ന നമ്മുടെ ഭാരതം ലോകത്തിന് ഏകോദര സഹോദരന്മാരെ പോലെ മതേതരത്വത്തിന് ലോകത്തിന് മാതൃകയായ ഇന്ത്യ, ആ ഇന്ത്യയിൽ കേരളം, ഇന്ത്യയുടെ ഇതര സംസ്ഥാനങ്ങളിൽ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ കേരളത്തിൽ അതിൻ്റെ അലയൊലികൾ ഉണ്ടായിട്ടില്ലായിരുന്നു. ഇന്ന് നമ്മുടെ ഇടയിൽ നമുക്ക് കാണാം KMCC ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ കൂട്ടായ്മ കേരളത്തിൽ നിന്നും പതുക്കെയെങ്കിലും അകന്നു പോകുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അത്തരം കടന്നാക്രമണങ്ങൾ ഏത് ഭാഗത്തു നിന്നുണ്ടായിരുന്നാലും അതിനെതിരെ ശബ്ദിക്കുന്നതിന് വേണ്ടി അസലം കീഴൂർ ഇവിടെ സൂചിപ്പിച്ചു 600ഓളം വിരുന്നിതര കുടുംബങ്ങൾക്ക് സഹായങ്ങൾ ചെയ്തു. ആ സഹായത്തെ പോലെ തന്നെ നമ്മുടെ ഇടയിൽ അസലം കീഴൂരിനെയും പവിത്രനെയും അബ്ദുള്ളയും നാരായണ ഡിസൂസയെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടി വരുന്ന ശക്തികൾക്കെതിരെ പോരാടുന്നതിന് വേണ്ടി KMCC, കേരള മുസ്ലിം കൾച്ചറൽ സെന്റർ പോലുള്ള സംഘടന സലാലയിലെ പ്രവാസ ജീവിതത്തിലിടയ്ക്ക് കേരളത്തിൽ നോക്കി അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ മുൻപോട്ട് വരുമ്പോൾ നമുക്കറിയാം, ഇവിടെ സുന്നി സെന്ററിന്റെ ഒരു സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ 52ഓളം വെട്ടുകൾ വെട്ടി എന്നൊക്കെ, അതിലേക്ക് കൂടെ ഞാൻ കടക്കാൻ പോകുന്നില്ല. അതാര് ചെയ്തോ അതെന്തോ ആവട്ടെ, അതിൽ ഞങ്ങൾ പക്ഷേ കേരളത്തിൽ മതേതരത്വം സംരക്ഷിക്കുന്നതിന് വേണ്ടി 1971 തലശ്ശേരി കലാപത്തിൽ ധീര രക്തസാക്ഷി സംഭരിച്ച യു കുഞ്ഞിരാമൻ, നിരമുംബൈയിലെ ഒരു മുസ്ലിം പള്ളി സംരക്ഷിക്കുന്നതിന് വേണ്ടി കാവൽ നിന്ന യു കുഞ്ഞിരാമൻ പ്രതിദാനം ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പ്രതി എന്ന നിലയിൽ ആ പ്രസ്ഥാനത്തോട് കൂറു പുലർത്തുന്ന ഒരു സംഘടനയായ കൈരളി സലാല എന്നയുടെ പ്രതി എന്ന നിലയിൽ നമ്മുടെ ഇടയിൽ വരുന്ന ഈ വർഗീയ ചേരിതിരിവിനും വർഗീയതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഏകോദര മതസൗഹാർദ്ദം തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും കൈരളി KMCCയുടെ കൂടെ ഒരു മുടി മുന്നിലുണ്ടാകുമെന്നുള്ളതാണ് എനിക്ക് ആ കുറിച്ച് അഭ്യർത്ഥിക്കാനുള്ളത്. മറ്റൊരു കാര്യം, നാം ഇന്ന് ഇവിടെ പ്രവാസികളെ ജീവിക്കുന്നു. നമ്മുടെ 6 സഹോദരന്മാരെ ഇന്ന് എന്തോ വലിയ ലോകത്ത് നടക്കാത്ത ഒരു സംഭവം നടന്നതിന്റെ പേരിൽ വിവിധ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരിക്കുകയാണ്. പ്രവാസികളായ കേരളീയർ അനുഭവിക്കുന്ന 100 പ്രശ്നങ്ങളുടെ ഒരു അവസാന ഉദാഹരണമാണ്. കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ തന്നെ പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും കണ്ടു കഴിഞ്ഞിട്ടുണ്ടാകും. എന്താണ് അബുദാബിയിൽ നിന്നും കൊച്ചിയിലേക്ക് പോയ എയർ ഇന്ത്യ എക്സ്പ്രസിലെ അധികാരികൾ, കോ പൈലറ്റ് ആ യാത്രക്കാരോട് ചെയ്ത ക്രൂരത. പ്രതികരിക്കാൻ പാടില്ല, പ്രതികരിച്ചാൽ തീവ്രവാദികൾ, പ്രതികരിച്ചാൽ വിമാന റാഞ്ചികൾ. ഇതാണോ പ്രവാസികളോട് നമ്മുടെ ഗവൺമെന്റും എയർ ഇന്ത്യയും ചെയ്യുന്ന കാര്യം? അതുകൊണ്ട് പ്രതികരിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. മറ്റനവധി സംഘടനാ നേതാക്കന്മാർ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല. വ്യത്യസ്ത അഭിപ്രായങ്ങൾ വെച്ചു പുലർത്തുമ്പോഴും KMCCയും കൈരളിയും വ്യത്യസ്ത ആശയങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. വിവിധ കാര്യങ്ങളിൽ എതിർപ്പുമുള്ള സംഘടനയെങ്കിലും. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ KMCCക്കൊപ്പം സലാല കൈരളിയുടെ എല്ലാ പ്രവർത്തകന്മാരും ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ പ്രവാസികൾക്കും കൈരളി സലാലയുടെ പേരിൽ ഊഷ്മളമായ ഈ ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. ആശംസകളൊക്കെ ചുരുക്കണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ്. അടുത്തായി സിറാജ് ഷംസ്. Bismillahir Rahmanir Rahim. Assalamu alaikum wa rahmatullahi wa barakatuh. Respected KMCC President Aziz Haji, respected Chief Guest Hassan Saeed Al Marfadi, respected
other chief guest, Ali Zubair Al-Tabuk, respected Indian Social Club chairman Manpreet Singh, respected Indian school principal, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, സദസ്സിൽ നിറഞ്ഞു തങ്ങിയിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, കുഞ്ഞ് സഹോദരങ്ങളെ, എല്ലാവർക്കും എൻ്റെ ഈദാശംസകൾ. ഒരു പ്രസംഗത്തിനുള്ള ഒരു വലിയൊരു വേദിയാണെങ്കിൽ പോലും നിങ്ങൾ വന്ന് തടിച്ചുകൂടിയിരിക്കുന്നത് ഇവിടെ ഇനി വരാൻ പോകുന്ന കലാപരിപാടികൾ കാണുവാനും നമ്മുടെ കുരുന്ന് കുട്ടികളുടെ സുന്ദരന്മാരും സുന്ദരികളുമായ നമ്മുടെ കുരുന്ന് കൊച്ച് സുഹൃത്തുക്കളുടെ കലാപരിപാടികൾ കാണുവാൻ. എങ്കിൽ പോലും ഒരു 2 വാക്ക് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചു കൊള്ളാമെന്ന് KMCC പ്രസിഡന്റ് വാക്കുകൊടുക്കുന്നു. ഈ അടുത്ത കാലത്ത് എൻ്റെ കൂടെ കുറച്ച് 1-2 മാസം മുമ്പാണ് ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു, ക്യാൻ യു റിമെമ്പർ ദ നെയിംസ് ഓഫ് 5 നോബൽ പ്രൈസ് വിന്നേഴ്സ് ഫോർ ദ പാസ്റ്റ് 5 ഇയേഴ്സ്? കഴിഞ്ഞ 5 വർഷത്തെ നോബൽ പ്രൈസ് ജേതാക്കളുടെ പേര് താങ്കൾക്ക് ഓർക്കാൻ കഴിയുന്നുണ്ടോ? ഞാൻ സോറി, നോട്ട് എക്സാക്ട്ലി. പിന്നീട് എന്നോട് ചോദിച്ചു, ക്യാൻ യു റിമെമ്പർ 5 നെയിംസ് ഓഫ് മിസ് യൂണിവേഴ്സ് ഫോർ ദ പാസ്റ്റ് 5 ഇയേഴ്സ്? കഴിഞ്ഞ 5 വർഷത്തെ ലോകസുന്ദരി പട്ടം കിട്ടിയ 5 പെൺകുട്ടികളുടെ പേര് നിങ്ങൾക്ക് ഓർക്കാൻ കഴിയുന്നുണ്ടോ? ഞാൻ പറഞ്ഞു സോറി, നോട്ട് എക്സാക്ട്ലി. പക്ഷേ പിന്നെ അദ്ദേഹം എന്നോട് ചോദിച്ചു, ക്യാൻ യു റിമെമ്പർ 5 പീപ്പിൾ ഹു ഹെൽപ്ഡ് യു ഇൻ ഡിസ്ട്രസ്? നിങ്ങൾ അധോഗതിയിൽ ആപത്തിൽപ്പെട്ടപ്പോൾ, നിങ്ങൾ നിസ്സഹായരായപ്പോൾ, നിങ്ങൾ ജീവിതത്തിൽ എന്തോയൊക്കെ നഷ്ടപ്പെട്ടു പോയി അള്ളാഹുവിനെ വിളിച്ച് കേഴുമ്പോൾ നിങ്ങളെ സഹായിച്ചിട്ടുള്ളവർ, അവരെ തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കലും മറക്കാറില്ല, നമ്മൾ മറക്കുകയുമില്ല. സത്യത്തിൽ ഈ കരുണ കാണിക്കുന്നവരാണ് നമ്മുടെ ജീവിതത്തിൽ എന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നതും എന്നും മായാതെ മങ്ങാതെ നിൽക്കുന്ന ആൾക്കാരും. എൻ്റെ അഭിപ്രായത്തിൽ KMCC സലാലയിൽ ചെയ്യുന്നതും ഈ അവസാനം പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് ഡിസ്ട്രസിൽപ്പെട്ടവരെ, ആപത്തിൽപ്പെട്ടവരെ, നിസ്സഹായരായവരെ സഹായിക്കാൻ മുന്നോട്ട് വരിക. അതിന് സമയമോ സന്ദർഭമോ നോക്കാതെ ഏത് സമയവും വിളിച്ചാൽ അവർ പുറപ്പെട്ടു വരിക. അതാണ് എന്നെ പലപ്പോഴും വിസ്മയിപ്പിച്ചിട്ടുള്ളത്, അത്ഭുതപ്പെട്ടിട്ടുള്ളത്. പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, നമ്മളെല്ലാവരും വിശ്രമിക്കുന്ന സമയത്ത് പാതിരാത്രികളിൽ വിളിക്കുന്നുണ്ട്, സിറാജ് സാഹിബേ ഞാൻ അങ്ങോട്ടൊന്ന് വന്നോട്ടെ. ഇവരെല്ലാം എൻ്റെ അടുത്ത സുഹൃത്തുക്കളും സഹോദരങ്ങളാണ്. ആ ചോദ്യത്തിൽ തന്നെ കേൾക്കുമ്പോൾ അറിയാം എന്തെങ്കിലും കാര്യം അവർ നടത്താൻ പോകുന്ന പരിപാടികളെ പറ്റി പറയാനായിരിക്കും. ഇത്ര സംഘടന വൈഭവത്തോടുകൂടി, ഇത്ര ചിട്ടയോടുകൂടി, അതിന് സ്നേഹകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന മറ്റേതെങ്കിലും സംഘടന ഈ സലാലയിൽ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. പിന്നെ ഞാൻ അടുത്ത കാലത്ത് മനസ്സിലാക്കി, ഗൾഫിലുള്ള 25 KMCC സംഘടനകളുണ്ട്. ഈ 25 കൗൺസിലിൽ ഏറ്റവും ഉന്നതമായ പ്രവർത്തന പാരമ്പര്യവും പ്രവർത്തന മൂല്യങ്ങളും പ്രവർത്തന ശക്തിയും ഈ നമ്മുടെ ഇടയിലേക്ക് സാധാരണക്കാർക്ക് വേണ്ടി കാഴ്ചവെക്കുന്ന ഒരു സംഘടനയാണ് KMCC സലാലയിലുള്ളവർ. അക്കാര്യത്തിൽ എന്നും എനിക്കും നന്ദിയുണ്ട്. പലപ്പോഴും ഞാൻ അതിൻ്റെ ഒരു എളിയ ഭാഗമാക്കാൻ വേണ്ടി ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് എപ്പോഴും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ ആശംസാ പ്രസംഗം നടത്താൻ ക്ഷണിച്ച ഇതിൻ്റെ ഭാരകളോട് ബഹുമാനമുണ്ട്, നന്ദിയുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈദാശംസ. മാപ്പിള കലാ അക്കാദമി സെക്രട്ടറി ജാഫർ ജാദീർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വന്യനായ യോഗാധ്യക്ഷൻ KMCCയുടെ പ്രസിഡന്റ് അസീസ് ഹാജി, സദസ്സിലും വേദിയിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സഹോദരന്മാരെ, സ്നേഹഭാജനങ്ങളായ വിദ്യാർത്ഥിനികളെ, അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഒരു ആശംസാ പ്രസംഗത്തിൻ്റെ സമയമല്ല. എന്നിരുന്നാലും വിശ്വമാനവികതയുടെ മഹത്തായ സന്ദേശവുമായി വന്നണഞ്ഞ ഈ ബലിപെരുന്നാൾ സുദിനത്തിൽ ഇസ്ലാം ഉദ്ഘോഷിക്കുന്ന, ഇസ്ലാം വിഭാവനം ചെയ്യുന്ന മാനവികതയെക്കുറിച്ച് അല്പം സംസാരിച്ച് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. മാനവികതയുടെ മഹത്തായ സന്ദേശമാണ്, മഹത്തായ വിളംബരമാണ് ഹജ്ജ് ബലിപെരുന്നാളും നമുക്ക് നൽകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധനികനെന്നോ ദരിദ്രനെന്നോ പണ്ഡിതനെന്നോ പാമരനെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ സൗന്ദര്യമുള്ളവനെന്നോ സൗന്ദര്യമില്ലാത്തവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരേ വേഷത്തിൽ, എല്ലാവരും ഒരേ ചിന്തയാൽ ദൈവ പ്രീതി മാത്രം കാക്ഷിച്ചുകൊണ്ട് പാൽക്കടലായി മക്ക മരുഭൂമിയിലൂടെ പാലായനം ചെയ്തുകൊണ്ട് ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം
മാനവിക സമത്വം ഉദ്ഘോഷിച്ചുകൊണ്ട് നടക്കുന്ന ഹജ്ജ് ഇസ്ലാമിലെ മാനവികതയുടെ മകുടോദാഹരണമാണ്. കരിമ്പാറകൾ കൊണ്ട് നിബിഡമായ മക്ക മരുഭൂമിയെ വിശുദ്ധമാക്കുന്നതും ഇസ്ലാമിലെ ഈ മഹത്തായ ഈ മാനവിക ആശയമാണ്. നമുക്കറിയാം, ഹജ്ജ് സമത്വത്തിന്റെ സന്ദേശമാണ്. ഹജ്ജിലെ ഓരോ കർമ്മവും സമത്വവും സാഹോദര്യവും സഹവർത്തിത്വവുമാണ് വിഭാവനം ചെയ്യുന്നത്. സഅയും അറഫ സംഗമവും മിനായിലെ താമസവും എല്ലാം പരസ്പര സഹകരണത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത്. ഇന്ന് ലോകം ആഗ്രഹിക്കുന്നതും ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാനവ സൗഹാർദ്ദവും സമത്വവുമാണ്. നമുക്കറിയാം, ഇന്ന് ലോകത്ത് മനുഷ്യനെ വർഗത്തിന്റെ പേരിൽ, ഭാഷയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിച്ചുകൊണ്ട് മനുഷ്യനെ അകറ്റാൻ ശ്രമിക്കുന്ന ചിത്രശക്തികൾ വിഭിന്നങ്ങളായ രൂപത്തിലും ഭാവത്തിലും രംഗത്ത് വരുമ്പോൾ KMCC നടത്തുന്ന ഇത്തരം ഈദ് സംഗമങ്ങൾ എന്തുകൊണ്ടും പ്രശംസനീയമാണ്. ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടിപ്പരത്തി പറയാൻ ആഗ്രഹിക്കുന്നില്ല. പരസ്പര സഹകരണത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും സമാധാനത്തിന്റെയും ത്യാഗത്തിന്റെയും സന്ദേശവുമായി നാം കൊണ്ടാടുന്ന ഈ ബലിപെരുന്നാൾ ദിനത്തിൽ സലാല കേരള മുസ്ലിം കൾച്ചർ സെന്റർ നടത്തുന്ന ഈ ഈദ് സായാഹ്നത്തിന് എന്തുകൊണ്ട് പ്രസക്തിയുണ്ട്. ഇവിടെ ഇനിയങ്ങോട്ട് തുടർന്നങ്ങോട്ട് വിഭിന്നങ്ങളായ കലാരൂപങ്ങളുമായി നമ്മുടെ കുരുന്നു പ്രതിഭകൾ രംഗപ്രവേശനം ചെയ്യുകയാണ്. എന്തുകൊണ്ട് പ്രോത്സാഹിപ്പിക്കേണ്ട ആ പരിപാടിക്ക് ഒരു വിഘാതമായി നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. KMCC വർഷങ്ങളായി നടത്തിവരുന്ന ഈ സംഗമത്തിന് കേരള മാപ്പിളകലാ അക്കാദമി സലാല ചാപ്റ്ററിന്റെ ഹൃദയംഗമായ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നിങ്ങൾക്കേവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഈദ് ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹറുദാവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. KMCC കേന്ദ്ര കമ്മിറ്റി സെക്രട്ടറി ഹുസൈൻ കാച്ചിലൂർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയങ്കരനായ ഞങ്ങളുടെ അസീസ് ഹാജി സാഹിബ്, റെസ്പെക്റ്റഡ് ഇനോഗ്രേറ്റർ അൽ മർഫദി, റെസ്പെക്റ്റഡ് മൻപ്രീത് സിംഗ്, ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ചെയർ ബ്രൗൺ, എൻ്റെ സഹപ്രവർത്തകരെ, വിവിധ സംഘടനാ പ്രതിനിധികളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, KMCCയെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതില്ല. KMCCയുടെ പ്രവർത്തനങ്ങൾ ഒരു തുറന്ന പുസ്തകം പോലെ നിങ്ങളുടെ മുമ്പിലുള്ളതാണ്. KMCCയുടെ അടിസ്ഥാന ശില അത് മാനവികതയാണ്, മനുഷ്യസ്നേഹമാണ്. മനുഷ്യർ ഇവിടെയാണെങ്കിലും നാട്ടിലാണെങ്കിലും എവിടെ വേദനിക്കുന്നുവോ അവിടെയൊക്കെ KMCCയുടെ പ്രവർത്തകർ ഞങ്ങളുടെ പരിധിയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും പരമാവധി ഞങ്ങൾ സഹകരിക്കുന്നു. നിങ്ങൾക്കറിയാം, ഇവിടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു സാംസ്കാരിക സംഘടന എന്നുള്ള നിലക്ക് എല്ലാ സംഘടനകളുമായും യോജിച്ചുകൊണ്ട് തോളോട് തോള് ചേർന്നുകൊണ്ട് ഞങ്ങൾ മുന്നേറുന്നു. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു, മനുഷ്യ സ്നേഹം അതിൽ നിന്ന് അകറ്റപ്പെടുകയാണ്, വർഗീയതയുടെ പേരിൽ അത് മാറ്റി നിർത്തപ്പെടുകയാണ്. ഏറ്റവും സങ്കടകരമായ ഒരവസ്ഥ നമ്മുടെ കേരളത്തിലേത്, പ്രകൃതിയിലെ ഏറ്റവും മനോഹരമായ പച്ച നിറത്തെ പോലും വർഗീയതയുടെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്ന ഏറെ ഒരു ദുരന്ത നിമിഷങ്ങളിലാണ് നമ്മുടെ കേരളം ഉള്ളത് എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. നിങ്ങൾക്കറിയാം, ഞങ്ങളുടെ മാതൃസംഘടനയുടെ നേതാക്കൾ ബഹുമാന്യരായ CH മുഹമ്മദ് കോയെ പോലെയുള്ള, ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങളെ പോലെയുള്ള മഹോന്നതരായ നേതാക്കൾ ഇന്ത്യ തന്നെ കണ്ട മഹത്തായ മതേതര വിശ്വാസത്തിന്റെ ഗാഥകൾ ഉറക്കപ്പാടിയ, മനുഷ്യരെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് ത്യാഗങ്ങൾ വഹിച്ച മഹാത്മാക്കളായിരുന്നു. അവരാണ് ഞങ്ങളെ നയിച്ചത്. ആ സിദ്ധാന്തങ്ങളാണ് ഞങ്ങൾ പിന്തുടരുന്നത്. ഒരിക്കലും ഞങ്ങളിൽ നിന്ന് വർഗീയതയുടെ ഒരു കണങ്ങൾ പോലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. എവിടെയും കൊല്ലരുത് അനിയ, കൊല്ലരുത്, മനുഷ്യരൊന്നാണ്, ജാതിയിൽ ഏകനിണമൊഴുകും മർത്യനിലും ജാതിയിൽ ഏക നിറമോലും ഏക പുളിപ്പോലും കണ്ണുനീരിലും എന്ന് പാടിയതുപോലെ ഞങ്ങൾ മനുഷ്യ സ്നേഹത്തിൽ
അടിയുറച്ച് വിശ്വസിക്കുന്നു. അതിൻ്റെ പേരിലാണ് ഞങ്ങളുടെ പ്രവർത്തനം. അതുപോലെ തന്നെ രാഷ്ട്രീയ പകകളൊക്കെ മൃഗീയമാകുമ്പോൾ അരുത് എന്ന് ഉറക്കെ പറയാൻ ഞങ്ങൾ എന്നും മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് എന്നും ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും. ഏതൊക്കെ രീതിയിൽ ഞങ്ങൾ തകർക്കപ്പെടുകയാണെങ്കിൽ പോലും ഉറക്കെ മനുഷ്യ സ്നേഹത്തിന്റെയും അതുപോലെ തന്നെ നന്മയുടെയും മുദ്രാവാക്യങ്ങൾ ഏതു നിമിഷവും ഉറക്കെ പറയും ഞങ്ങൾ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സ്നേഹസംഗമത്തിൽ പങ്കെടുത്ത എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഞാൻ അഗൈതവമായ കൃതജ്ഞത അർപ്പിക്കുകയാണ്. കാരണം KMCCയുടെ ഓരോ പ്രവർത്തനങ്ങളിലും ഞങ്ങൾ കൈനീട്ടുന്നത് നിങ്ങളുടെ മുമ്പിലേക്കാണ്. അവിടെ നിർലോഭമായ നിങ്ങളുടെ സഹായങ്ങൾ, പ്രാർത്ഥനകൾ, പ്രവർത്തനങ്ങൾ അതൊക്കെയാണ് ഞങ്ങളുടെ ശക്തി, ഞങ്ങളുടെ ഊർജം. അതുകൊണ്ട് തുടർന്നും ഈ പ്രസ്ഥാനത്തിന് നിങ്ങളുടെ സഹായങ്ങൾ, സഹകരണങ്ങൾ ഉണ്ടായിരിക്കണം, പ്രാർത്ഥനയും ഉണ്ടായിരിക്കണമെന്ന് അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയംഗമമായ ഈദ് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ സാംസ്കാരിക സമ്മേളനം ഇവിടെ അവസാനിക്കുകയാണ്. ഈ പരിപാടി വൈകിൽ എല്ലാവരോടും ഒരിക്കൽ കൂടി ക്ഷമ ചോദിക്കുന്നു. നന്ദി പറയാൻ വേണ്ടി റഷീദ് കൽപ്പറ്റേഷൻ. അഭിവന്ദനായ അധ്യക്ഷൻ, സലാല KMCCയുടെ കരുത്തനായ പ്രസിഡന്റ് അസീസ് ഹാജി മണിമല, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ട വ്യക്തി ഹസൻ സയ്യിദ് അൽ മർഫദി, വേദിയിലിരിക്കുന്ന വിവിധ സന്നദ്ധ സംഘടനകളുടെ സാരഥികളെ, സലാല KMCCയുടെ കരുത്തരായ കേന്ദ്ര കമ്മിറ്റി നേതാക്കന്മാരെ, നല്ലവരായ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. ഇതര മത പ്രസ്ഥാനക്കാർക്ക് എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ വിനീതമായ കൂപ്പുകൈ. ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാതെ ജനമനസ്സുകളിലേക്ക് കടന്നു ചെന്ന സലാല KMCC, ആ സലാല KMCCയുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെക്കുറിച്ചും ഞങ്ങളുടെ ഭാവി പരിപാടികളെക്കുറിച്ചുമെല്ലാം എനിക്ക് മുമ്പേ പ്രസംഗിച്ച ഞങ്ങളുടെ സെക്രട്ടറിയും പ്രസിഡന്റും അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറിയും ഒക്കെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ഞങ്ങൾ നടത്തിയ ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിൽ ഞങ്ങൾക്ക് താങ്ങും തണലുമായി നിന്നത് നല്ലവരായ, ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളുടെ അഭ്യുദയാകാംക്ഷികളായ നല്ലവരായ സഹോദരി സഹോദരന്മാരാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ വിവിധ സന്നദ്ധ സംഘടനകളുടെ സാരഥികളെ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടി ഒരു പരിപാടി സംഘടിപ്പിച്ചത് നമുക്കറിയാം. ഇന്ന് മാനവികത അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആധുനിക ലോകത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ മാനവികത അത് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പ്രയാണമായിരിക്കണം, പ്രവർത്തനമായിരിക്കണം നമ്മുടെ ലക്ഷ്യമെന്ന് ഉള്ള സന്ദേശമാണ് ഈ ഈദ് സന്ദേശത്തിലൂടെ സലാല KMCC നിങ്ങൾക്ക് മുമ്പിലേക്ക് അർപ്പിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, ഇവിടെ കലാപരിപാടികൾക്ക് വേണ്ടി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നവരാണ് എനിക്ക് മുന്നിലുള്ളവരെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ എൻ്റെ നന്ദി പ്രഭാഷണം ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. എന്നിൽ അർപ്പിതമായിട്ടുള്ള കടമ ഈ യോഗ നടപടികൾക്ക് നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ്. ഈ സലാല KMCC സംഘടിപ്പിച്ച ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ബഹുമാന്യനായ മിസ്റ്റർ ഹസൻ സയ്യിദ് അൽ മർഫദി അവർകളാണ്. അദ്ദേഹത്തിന് ഈ സലാല KMCCയുടെ 1000 നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഖിറാഅത്ത് നടത്തിയത് സലാല സെൻട്രൽ കമ്മിറ്റിയുടെ സെക്രട്ടറി CB അബ്ദുൽ ഹമീദ് ഫൈസി അവർകൾക്കും, ഇവിടെ സ്വാഗത പ്രഭാഷണം നടത്തിയത് 3 പതിറ്റാണ്ട് പിന്നിട്ട സലാല KMCCയെ ജനങ്ങളുടെ ജനഹൃദയങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നതിന് ശക്തമായ പ്രവർത്തനം നടത്തി ഊർജം നൽകി ഞങ്ങൾക്ക് നേതൃത്വം നൽകിയ ഞങ്ങളുടെ കരുത്തനായ ജനറൽ സെക്രട്ടറി അസ്ലം കീഴൂർ സാഹിബ്, അദ്ദേഹത്തിനും ഞങ്ങൾക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി ഞങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട യോഗാധ്യക്ഷൻ VA അബ്ദുൽ അസീസ് ഹാജി മണിമല അവർകൾക്കും, അതുപോലെ തന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മൻപ്രീത് സിംഗ്, ചെയർമാൻ ISC ആൻഡ് കൗൺസിലർ ഏജന്റ് ഇന്ത്യൻ എംബസി, മിസ്റ്റർ TR ബ്രൗൺ, പ്രിൻസിപ്പൽ ഇന്ത്യൻ സ്കൂൾ സോഷ്യൽ ക്ലബ് സലാല, അതുപോലെ തന്നെ ഇവിടെ പ്രഭാഷണം നടത്തിയ സലാല KMCCയുടെ വനിതാ വിംഗ് പ്രസിഡന്റ് നൌഷദ് ഇസ്ഹാഖ്, വിവിധ സന്നദ്ധ സംഘടനകളുടെ സാരഥികളായ മിസ്റ്റർ മോഹൻദാസ്, മിസ്റ്റർ ഷഹീർ ഖാൻ, മിസ്റ്റർ സുബൈർ ഖാൻ, സുബൈർ കുഞ്ഞ് IMI സലാല, മിസ്റ്റർ പവിത്രൻ കൈരളി,
വിവിധ സന്നദ്ധ സംഘടനകളാണ് ഞങ്ങൾ പ്രവർത്തിച്ചു വരുന്നതുണ്ടെങ്കിലും ആശയപരമായിട്ടുള്ള ഞങ്ങൾക്ക് ഒരുപാട് രണ്ട് തട്ടിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നതുണ്ടെങ്കിലും ഏത് കാര്യത്തിലും ഒരുമിച്ച് ഞങ്ങളോട് കൂടെ പ്രവർത്തിച്ച കൈരളിയെ പ്രത്യേകമായി അഭിനന്ദിക്കുവാൻ ഞാൻ ഈ വേദി ഉപയോഗപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ മിസ്റ്റർ സുരേഷ് മേനോൻ, മലയാള വിഭാഗം കൺവീനർ ജാഫർ ജാതിയേരി, ISI മലയാളം വിങ് കൺവീനർ മിസ്റ്റർ ഉണ്ണിത്താൻ, അതുപോലെ തന്നെ ഈ സദസ്സിലേക്ക് ഒരു ഈദ് സന്ദേശം പോലെ ഈദ് വാക്കുമൊഴി നൽകിയ സലാല സുന്നി സെന്ററിന്റെ കരുത്തനായ ഉപദേശക സമിതി ചെയർമാൻ അബ്ദുൽ ലത്തീഫ് ഫൈസി, ഞങ്ങളുടെ സംഘടനയെ പരിചയപ്പെടുത്തിയ ഹുസൈൻ കാച്ചിലോടി, എല്ലാവർക്കും ഈ സംഘടനയുടെ സലാല KMCCയുടെ 1000 നന്ദി അറിയിച്ചു കൊള്ളുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ഷിറാജ് ഷംസ് അവറുകൾ, അദ്ദേഹത്തെയും ഈ വേദിക്ക് വേണ്ടി ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. We had some special guest here, Mr. Manpreet Singh, Mr. Hassan Saeed Marfadi, Mr. T.R. Brown. I know they are very busy people, but still they made time for us. It is as wonderful time being with us, so thanks for that, sir. എല്ലാവർക്കും ഒരിക്കൽ കൂടി സലാല KMCCയുടെ ഹൃദയംഗമായ നന്ദി അർപ്പിച്ചുകൊണ്ട് സാംസ്കാരിക സമ്മേളനത്തിന് ഇവിടെ പരിസമാപ്തി കുറിക്കുകയാണ്. കലാപരിപാടികൾക്ക് വേണ്ടി ഈ വേദി ഒഴിഞ്ഞു കൊടുത്തുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മ നിറഞ്ഞ ഈദ് ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും.